നമസ്കാരം. പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇന്ന്. ഉറപ്പായിട്ടും ഈ ഒരു ക്ലാസ് കാണുന്നവർക്ക് എല്ലാ പരീക്ഷയിലും മാർക്ക് കിട്ടിയിരിക്കും. ഡിഗ്രി ലെവൽ പ്രിലിംസ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, CPO, WCPO, ഫയർമാൻ, ഫയർവുമൺ തുടങ്ങിയ എല്ലാ പരീക്ഷ എഴുതുന്നതിലും എല്ലാ ചോദ്യ പേപ്പറുകളിലും ഭരണഘടനയുടെ ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ഭാഗമാണ് പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ. അപ്പോൾ അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാം. ആദ്യം തന്നെ പൗരത്വം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2 പൗരത്വത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. പൗരത്വം ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. അതിൽ തന്നെ നിയമസമത്വം എന്ന മൗലികാവകാശം ആർട്ടിക്കിൾ 14, കരുതൽ തടങ്കൽ ആർട്ടിക്കിൾ 22. ഇത് രണ്ടും മൗലിക അവകാശങ്ങളിൽ പെടുന്നതാണ്. നിയമസമത്വം ആർട്ടിക്കിൾ 14, കരുതൽ തടങ്കൽ ആർട്ടിക്കിൾ 22. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. മൗലിക കടമകൾ 51A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51A. ഇതെല്ലാം വൺ വേർഡായിട്ട് ചോദിക്കുമെന്ന് പറയുന്നില്ല. വൺ വേർഡ് ചോദിക്കുന്നത് ഏതെങ്കിലും പ്രിലിംസ് 10th ലെവൽ പ്രിലിംസ് എക്സാമുകൾക്കും ഒക്കെയാണ്. അതുപോലെ ഇനിയുള്ള പരീക്ഷകളിൽ നമുക്കറിയാലോ പ്രസ്താവന ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും. അതിൽ ഒരു പ്രസ്താവന അല്ലെങ്കിൽ 2 പ്രസ്താവനയൊക്കെ തരുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഒരു ആർട്ടിക്കിളുകൾ പഠിക്കുകയാണെങ്കിൽ എലിമിനേഷൻ ടെക്നിക്കും ഒക്കെ യൂസ് ചെയ്തിട്ട് ഉത്തരങ്ങളിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ പഠിച്ചുകൊള്ളുക. രാഷ്ട്രപതി. ഇന്ത്യൻ രാഷ്ട്രപതിയെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 52. രാഷ്ട്രപതി പഠിക്കുമ്പോൾ അതിനകത്ത് ഉപരാഷ്ട്രപതിയും കൂടെ നിങ്ങൾ പഠിക്കണമല്ലോ. രാഷ്ട്രപതി 52, ഉപരാഷ്ട്രപതി എത്രയാണ്? ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നതാണ്. 5ഉം 1ഉം 6, ഈ 2ഉം 1ഉം 3. ഈ 52ൻ്റെ കൂടെ 5ൻ്റെ കൂടെ 1 കൂട്ടി 6, 2ൻ്റെ കൂടെ 1 കൂട്ടി 3, 63. ഉപരാഷ്ട്രപതി 63. അപ്പോൾ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ചേർത്തങ്ങ് പഠിച്ചുകൊള്ളുക. രാഷ്ട്രപതി 52, ഉപരാഷ്ട്രപതി 63. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ 54. രാഷ്ട്രപതി 52, 54 രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്. രാഷ്ട്രപതിയുടെ പവറുകളാണ് വീറ്റോ പവർ, അറിയാമല്ലേ? പോക്കറ്റ് വീറ്റോ, അബ്സല്യൂട്ട് വീറ്റോ, ക്വാളിഫൈഡ് വീറ്റോ തുടങ്ങിയ വീറ്റോ അധികാരങ്ങളൊക്കെ രാഷ്ട്രപതിക്കുണ്ട്. അപ്പോൾ വീറ്റോ പവറിനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ 111. വീറ്റോ പവർ ആർട്ടിക്കിൾ 111. ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം ആർട്ടിക്കിൾ 123. ഓർഡിനൻസ് 123. രാഷ്ട്രപതിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെൻറ്റ്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 61. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. ഇനി രാഷ്ട്രപതിക്ക് അടിയന്തര അവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരമുണ്ട്. ദേശീയ, സംസ്ഥാന, സാമ്പത്തിക അടിയന്തര അവസ്ഥകളുണ്ട്. ദേശീയ അടിയന്തര അവസ്ഥ ആർട്ടിക്കിൾ 352. ഇതിൽ നിന്നും നിങ്ങൾക്ക് അടുത്ത പരീക്ഷയിൽ ചോദ്യം കിട്ടും. ഈ 3 അടിയന്തര അവസ്ഥകളും അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളും അറിഞ്ഞിരിക്കണം. ദേശീയ അടിയന്തരാവസ്ഥ 352. സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 356. സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ അത് മാറ്റിയും തിരിച്ചുമൊക്കെ ചോദിച്ചാൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്. 356. സാമ്പത്തിക അടിയന്തരാവസ്ഥ 360. അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ 352, സംസ്ഥാന അടിയന്തരാവസ്ഥ 356, സാമ്പത്തിക അടിയന്തരാവസ്ഥ 360. ഉപരാഷ്ട്രപതി നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ. ഉപരാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ടത് 63. രാഷ്ട്രപതി 52, ഉപരാഷ്ട്രപതി 63. പ്രധാനമന്ത്രി.
പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് 75 പ്രധാനമന്ത്രി. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ 74 കേന്ദ്ര മന്ത്രിസഭ. ഗവർണർ 153, മുഖ്യമന്ത്രി 164 ഗവർണർ 153, മുഖ്യമന്ത്രി 164. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? രാഷ്ട്രപതി എത്രയായിരുന്നു? ആർട്ടിക്കിൾ 52, 63 ഉപരാഷ്ട്രപതി. പ്രധാനമന്ത്രി 75, ഗവർണർ 153 ഗവർണറെ കുറിച്ച് പറയുന്നത്. മുഖ്യമന്ത്രിമാരെക്കുറിച്ച് ഭരണഘടനയിൽ പറയുന്ന ആർട്ടിക്കിൾ 164 അടുത്തത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പഠിക്കാം. സുപ്രീം കോടതി ആർട്ടിക്കിൾ 124 ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെക്കുറിച്ച് പറയുന്നത്. ഹൈക്കോടതി 214, രണ്ടും ഒരു 4ൻ്റെ കണക്കുണ്ടല്ലേ, 124, 214 പഠിക്കാൻ എളുപ്പമില്ലേ. സുപ്രീം കോടതി 124, ഹൈക്കോടതി 214. ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുവാനുള്ള അധികാരമുണ്ടല്ലേ. നമുക്കറിയാം ഹൈക്കോടതികൾക്കും സുപ്രീം കോടതികൾക്കും റിട്ട് മൗലികാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി റിട്ട് പുറപ്പെടുവിക്കാം. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ 226. ഹൈക്കോടതി റിട്ട് 226. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 32. അപ്പോൾ ഈ സുപ്രീം കോടതി റിട്ട് മൗലികാവകാശങ്ങളുടെ നമ്മൾ പറഞ്ഞല്ലോ 12 to 35 മൗലികാവകാശങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് 32, ആർട്ടിക്കിൾ 32 വരുന്നത്. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുവാനുള്ള അധികാരം ആർട്ടിക്കിൾ 32, മൗലികാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയും. ഗ്രാമസഭകളെക്കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം 243A. ഗ്രാമസഭകൾ 243A. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നമുക്കറിയാലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കൊക്കെയാണ് മേൽനോട്ടം നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ചും പറയുന്നത് സെയിം ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 243K. ഗ്രാമസഭകൾ 243A. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും 243K. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 324. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 324. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയും നമ്മൾ ഭരണഘടനയുടെ മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി. അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഡിഗ്രി ലെവൽ പ്രിലിംസ് എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അഖിലേന്ത്യാ സർവീസുകളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 312. അഖിലേന്ത്യാ സർവീസ് ആർട്ടിക്കിൾ 312. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ 280. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ 280. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ 76. അപ്പോൾ നമ്മൾ ആ ഒരു പ്രധാനമന്ത്രി 75 പഠിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കണക്ട് ചെയ്ത് പഠിച്ചുകൊള്ളുക. അറ്റോർണി ജനറൽ 76. ദേശീയ പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഒന്നിച്ച് പഠിക്കാൻ പറ്റുന്നതാണ്. പട്ടികജാതി കമ്മീഷൻ 338, പട്ടികവർഗ കമ്മീഷൻ 338A, പിന്നാക്ക വിഭാഗ കമ്മീഷൻ 338B. പട്ടികജാതി 338, പട്ടികവർഗം 338A, പിന്നാക്ക വിഭാഗ കമ്മീഷൻ 338B. ലിസ്റ്റുകൾ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം എന്നും ചോദിക്കുക. ലിസ്റ്റുകളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നൊന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരത്തില്ല. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാരം വിഭജിച്ച് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ആർട്ടിക്കിൾ 246. അപ്പോൾ ഇത്രയും ആർട്ടിക്കിളുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയിൽ നിന്നും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ആർട്ടിക്കിളുകളാണ്. അപ്പോൾ ഇതുപോലുള്ള ഷോർട്ട് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. നോട്ട്സും എക്സാം എല്ലാം അതിൽ കിട്ടുന്നതായിരിക്കും. താങ്ക്